VS രഞ്ജിത്താണ് പുതിയ മാർക്കറ്റിൽ നിന്ന് ചേരുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് 40 പടികളോളം കയറി പോകണം. ഈ പഴയ പാളയം മാർക്കറ്റിലാണെങ്കിൽ അവർക്ക് ഇത്തരം പടികൾ കയറി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ ചാക്കുകെട്ടുകളുമായി തൊഴിലാളികൾക്ക് ഇങ്ങനെ പടികൾ കയറി പോകേണ്ടത് അവർ ഉന്നയിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊന്ന്, ഈ വാഴക്കുലകളുമായി എത്തുന്ന ഈ തൊഴിലാളികൾക്കൊക്കെ മാറ്റിവെച്ചിരിക്കുന്നത് ഓവുചാലിന് മുകളിലെ ചെറിയ മുറികളാണെന്നാണ് അവർ പറയുന്നത്. ചെറിയ സ്ക്വയർ ഫീറ്റിൽ അവരെങ്ങനെ ഇത് വ്യാപാരം നടത്തുമെന്നുള്ള ഒരു കാര്യം അവർ ചോദിക്കുന്നു. മറ്റൊന്ന്, ചെറിയ കുടുസുമുറികളാണ് കിട്ടിയത് എന്നുള്ള ഒരു പരാതി കൂടി അവിടെ നിന്ന് പാളയം പഴയ മാർക്കറ്റിൽ നിന്ന് തൊഴിലാളികൾ പറയുകയാണ്. ഇത് പുതിയ മാർക്കറ്റിൽ ഇവർ ഉന്നയിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒരു പരാതി തന്നെയായി നിലനിൽക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? റോഷൻ, നമുക്ക് നേരിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. അവരുടെ പരാതികൾ പൂർണ്ണമായും തെറ്റ് എന്നുള്ളതല്ല. നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇവിടേക്ക് കയറി വരുന്ന റാമ്പാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നതാണ്. ഗ്രൗണ്ട് ഫ്ലോർ താഴെയാണ്, ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്നതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഈ കടയുടെ ഈ വ്യാപാര സ്ഥാപനങ്ങളുടെ ആദ്യത്തെ താക്കോൽ വാങ്ങിയ ജീവൻ നമ്മോടൊപ്പം ഉണ്ട്. വ്യാപാരികൾ പറഞ്ഞ 3-4 പരാതികൾ ഞാൻ നിങ്ങളോട് പറയണം. ഒന്ന്, ഈ തൊഴിലാളികൾക്ക് 10-50 പടികൾ കയറി വരേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ റാമ്പ് അല്ലാതെ മറ്റെന്തെങ്കിലും സൗകര്യം കൂടെ ഉണ്ടോ? അത് തികച്ചും തെറ്റാണ്. അവിടെ നിന്നുകൊണ്ട് പറയുന്ന ആളുകളാണ് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയാൽ ഇത് മെയിൻ റോഡിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട റാമ്പാണിത്. നിങ്ങൾ നോക്കൂ, അവിടുന്ന് വാഹനം, ലോറി അല്ലാത്ത മുഴുവൻ വാഹനങ്ങളും ഇവിടെ കയറി വരും. ഒന്ന്. രണ്ടാമത്, ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ അങ്ങേ വശത്ത് അവിടെയും റാമ്പുകളുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ പുറകുവശത്ത് ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം പരാതികളൊക്കെ തികച്ചും അവാസ്തവമായിട്ടുള്ള സംഗതികളാണ്. മറ്റൊരു പരാതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിന്റെ ഉടമ കൂടിയായിട്ടുള്ള സുബൈർ കൊളക്കാടനുണ്ട്. മറ്റൊരു പരാതി, 35 വർഷം ഇത് ഒരു പ്രൈവറ്റ് കമ്പനിക്ക്, അതായത് കൊളക്കാടൻ ബിൽഡേഴ്സിന്റെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. തൊഴിലാളികൾക്കോ വ്യാപാരികൾക്കോ ഒരു അവകാശം ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. നിങ്ങളുടെ ആ കുത്തക അടിച്ചേൽപ്പിക്കുക എന്നുള്ളതായിരിക്കുമോ വ്യാപാരികളും? അല്ല, കൊളക്കാടൻ ബിൽഡേഴ്സ് അല്ല, ഇത് കല്ലത്താങ്കടവ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കയ്യിലാണ്. അതൊരു BOT ബേസ്ഡാണ്. ഇതൊക്കെ അറിയാലോ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കല്ലത്താങ്കടവ് പ്രദേശം എന്തായിരുന്നു എന്നറിയാലോ. അത്തരം ഒരു കോളനിയിൽ നിന്നാണ് ഇത്രയും വലിയൊരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിനൊക്കെ മാറ്റി ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ശരിയായ രീതിയിൽ നല്ല അതിസുന്ദരം മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി അവരങ്ങോട്ട് മാറ്റി പാളയം മാർക്കറ്റിന് അനുയോജ്യമായ, അതിനേക്കാൾ 2 ഇരട്ടിയിലധികം സ്പേസ് ഉള്ള വലിയൊരു മാർക്കറ്റാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കോടികൾ ചെലവഴിച്ചിട്ടാണ് ഇങ്ങനെയൊരു മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു സ്വകാര്യ വാടകയൊക്കെ അവിടത്തേക്കാൾ കൂടും. എന്താ നമുക്ക് വ്യാപാരികൾക്ക് വാടകയിൽ മാത്രമേ ചെറിയൊരു മാറ്റമുള്ളൂ. അതേ സമയത്ത് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള റെൻ്റാണ്. കൂടുതൽ അഡ്വാൻസ് ആരും കൊടുക്കുന്നില്ല, അങ്ങനത്തെ ഒന്നും ആരും കൊടുക്കുന്നില്ല. ഈ റെന്റ് അഫോർഡബിൾ ആണെന്നൊരു വ്യാപാരം എന്ന രീതി തോന്നും. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ 145 ലൈസൻസുകളാണ് അവിടെ ഉള്ളത്. അവരുടെ അടുത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള അഡ്വാൻസ് വാങ്ങിക്കുന്നില്ല. അവിടെ കൊടുക്കുന്ന അതേ വാടകയ്ക്കാണ് ഇവിടെ വ്യാപാരികൾക്ക് റൂം കൊടുക്കുന്നത്. ഈ തൊഴിലാളികൾ പ്രധാനമായി ഉന്നയിച്ചിരുന്ന കാര്യം ഈ സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വർഷാവർഷം വാടക കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് തൊഴിലാളികൾ പറഞ്ഞിരുന്നു. അതിലൊരു കാര്യമുണ്ട്. മാത്രമല്ല, അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പഴയ പാളയം മാർക്കറ്റ് ആകുമ്പോൾ തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട്. പക്ഷേ ഈ പുതിയ ഇടത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് എത്തിപ്പെടാനുള്ള ഒരു കാര്യം കൂടി പറയുകയായിരുന്നു. സിനോജിനോട് ചോദിക്കാം. സിനോജ്, ഈ ആവശ്യങ്ങളെ കുറിച്ച് തൊഴിലാളികൾക്ക് വലിയ പരാതി ഉണ്ടല്ലോ അല്ലേ? അവരെങ്ങനെയാണ് ഇപ്പോൾ രാവിലെ മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ അടുത്തൊരു ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളത് അവർ പറയുകയാണല്ലേ? മറ്റൊന്ന്, ഈ വാടകയുടെ കാര്യത്തിലോ? റോഷനെ, തീർച്ചയായിട്ടും ആ 2 വിഷയത്തിൽ ആശങ്കയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ നിന്ന് വരുന്ന ബസ്സുകൾ, ഓർഡിനറി ബസ്സുകളും ഒപ്പം തന്നെ സിറ്റി ബസ്സുകളൊക്കെ തന്നെ പാളയം വഴിയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഈ കല്ലുത്താങ്കടവ് ഭാഗത്തേക്ക് സിറ്റി ബസ്സുകളൊന്നും ഇല്ലല്ലോ. കല്ലുത്താങ്കടവ് വഴിക്ക് ഒരു ബസ്സും ഇല്ല. ടൗണിലേക്ക് വരുന്ന ദീർഘദൂര ബസ്സുകൾ മാത്രമേ ഉള്ളൂ. ഈ സാധനം വാങ്ങാൻ വരുന്നവർ മാത്രമല്ല, തൊഴിലാളികൾക്കും വരാൻ ബസ്സില്ല. ആർക്കും ബസ്സില്ല. അത് ദൂരെ വഴിക്കുന്ന വരുന്ന ആളുകൾക്ക് കോഴിക്കോടേക്ക് വരേണ്ട സൗകര്യമുള്ളൂ. മാർക്കറ്റായിട്ട് ബന്ധപ്പെടാനുള്ള ബസ് സൗകര്യം ആ വഴിക്കില്ല. മറ്റൊന്ന്, വാടകയാണല്ലോ. ഇത് പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് 1 വർഷത്തിന് ശേഷം വാടക കൂട്ടുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ. ആ രീതിയിൽ വാടക കൂട്ടില്ലെന്നൊരു ഉറപ്പ് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾ വാടകേൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റ് പാളയത്തു നിന്ന് കല്ലുത്താങ്കടവിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും ഇവിടുന്ന് മാറ്റണം എന്നുള്ള ഞങ്ങളുടെ പ്രധാന ആവശ്യം. അല്ലാണ്ട് കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റിലെ കോർപ്പറേഷൻ ബിൽഡിങ്ങിലെ 143 കച്ചവടക്കാരെ അങ്ങോട്ട് മാറ്റിയത് കൊണ്ട് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഫ്രൂട്ട്സ് കച്ചവടക്കാരാണ്? അല്ല, ഞാൻ പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാരാണ്. അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. മുഴുവൻ കച്ചവടക്കാർ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. പക്ഷേ ഇതുവരെ കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങളോട് ഇതുവരെ ഒരു സംസാരം. അതായത് പാളയം മാർക്കറ്റിനകത്തുള്ള കച്ചവടക്കാരെയും പുറത്തുള്ള ഫ്രൂട്ട്സുകാരെ മാറ്റണമെന്നാണ് നിങ്ങൾ
ഫ്രൂട്ട്സുകാരെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഇവിടെ 90-95 ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട്. അതിൽ നമുക്ക് ഈ 12 കട കോർപ്പറേഷൻ ബിൽഡിങ്ങിലുള്ളൂ, ബാക്കിയെല്ലാം പ്രൈവറ്റ് ബിൽഡിങ്ങിലാണ്. ഈ 12 കട മാറ്റുന്നതിന് ഇപ്പോൾ ഇത്രയും കാലമൊന്നും ഇല്ല. ഇതിപ്പോൾ എത്ര വർഷമായി അവരുണ്ടാക്കി അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ 2 മാസമായിട്ട് ഫുഡ്സ് അസോസിയേഷനെ ഈ വിവരം അറിയിച്ചിട്ടും ഈ 12 കടക്കാർക്ക് ഇങ്ങനെ ഇത് കൊടുത്തതും. അപ്പോൾ അത് കൊടുത്ത സ്ഥിതിക്ക് ഈ 12 കട മാത്രം അവിടേക്ക് മാറ്റാൻ പറ്റില്ല. ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്ക് അവിടെ സംവിധാനമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഈ 90-95 പീടികകളും ഫ്രൂട്ട്സിൻ്റെ പീടികക്കാർക്കും ഒരേപോലെ അവിടെ സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് മാറാൻ കഴിയുള്ളൂ. പിന്നെ ബാക്കി വിഷയങ്ങളും വാടകയുടെ വിഷയമൊക്കെ പിന്നെ വേറെ സംസാരിക്കണം. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കച്ചവടക്കാർ അവിടെ കുറച്ച് അങ്ങനെ രണ്ടായി മുറിഞ്ഞു പോകും. അവിടെ ഈ 12 ആൾ മാത്രം അവിടേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി 80-82 കച്ചവടക്കാർ ഇവിടെ വരിക. അത് അവിടെയും ഇവിടെ ഈ മാർക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇതിനെ കൊണ്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ വാടകയുടെ കാര്യത്തിൽ എന്തെങ്കിലും ആശങ്ക വ്യാപാര വ്യവസായ ഏകോപന സമിതിക്കുണ്ടോ? വാടകയുടെ ഭാഷ ഞങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട്. ഞങ്ങൾ ഈ വാടക പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചിരുന്നു. വേറൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർ പിന്നെ ഓരോ കടകളും അവിടെ 10 ലക്ഷം 20 ലക്ഷം രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്. അതായത് പിന്നെ നല്ല നല്ല പീടികളൊക്കെ പുറത്തുള്ള ആളുകൾക്ക് 10 ലക്ഷം 20 ലക്ഷം രൂപ പകുതിക്ക് കൊടുത്തു കഴിഞ്ഞതാണ്. ഇവിടെയുള്ള കച്ചവടക്കാർ 30 വർഷവും 40 വർഷമൊക്കെ മുമ്പ് 25 ലക്ഷവും 30 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഇവിടെ പകുതി കൊടുത്ത് വാങ്ങിയ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അവിടത്തേക്ക് പറിച്ചു നടത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇവരെ ഈ 25 ലക്ഷമൊക്കെ പോയി കഴിഞ്ഞു. അതുകൂടാണ്ട് അവിടെ കിടക്കുന്ന ഒരു ഭീമമായ അഴിമതി കൂടി അവിടെ നടക്കുന്നുണ്ട്. കാരണം 10 ലക്ഷത്തോളം രൂപ ഒരു ഷോപ്പിന് അവർ വാങ്ങുന്നുണ്ട്. 20 ലക്ഷത്തോളം 10 മുതൽ 20 ലക്ഷത്തോളം വാങ്ങുന്നുണ്ട്. പക്ഷേ കടലാസിൽ ആകെ ഉള്ളത് അത് 3 ലക്ഷവും 4 ലക്ഷം രൂപയാണ്. 1 ലക്ഷം 2, 3 അത്രേ കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അവർ പകുതിയായിട്ട് വാങ്ങിയാണ്. ഈ വാങ്ങിയവരൊക്കെ തന്നെ കച്ചവടക്കാരാണോ അതോ ബിനാമികളാണോ? അല്ലല്ല, അവിടെയുള്ള ആളുകൾ അവിടെ പുറത്തുള്ള ആളുകളാണ് വാങ്ങിയത്. പുറത്തുള്ള ആളുകൾക്ക് കണ്ണായ റൂമുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കച്ചവടക്കാരോട് മുകളിലേക്ക് പോകാനാണ് പറയുന്നത്, അല്ലെങ്കിൽ ഉൾഭാഗത്തേക്ക് പോകാനാണ് പറയുന്നത്. അതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതായത് റോഷനി, ഇവിടെ പാളയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് കടയിൽ കയറി സാധനം വാങ്ങാൻ കഴിയുന്ന രീതിയിൽ ആണ് കടമുറികളുള്ളത്. റോഡ് സൈഡിനോട് ചേർന്നാണ് അധികം കടകളുള്ളത്. പക്ഷേ പുതിയ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ കോംപ്ലക്സ് ആണ്. ഇവിടെ റോഡ് സൈഡിലുള്ള കച്ചവടക്കാരൊക്കെ തന്നെ ഈ കെട്ടിടത്തിന്റെ അകത്തെ മുറികളിലേക്ക് മാറേണ്ടി വരും. കച്ചവടം കുറയുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ മുകൾ നിലകളിലേക്ക് പോകുമ്പോൾ അവിടെ വ്യാപാരം കുറയും. ഈ മുകൾ നിലയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചും അവർ പറയുന്നു. മറ്റൊന്ന്, ഈ പഴയ മാർക്കറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് കൂടുതൽ കച്ചവടം നടക്കുക എന്നുള്ളത് കൂടി അവർ പറയുകയാണ്. ഈ ബസ് സർവീസ് ഈ ഒരു പുതിയ ഇടത്തില്ല എന്നുള്ളൊരു കാര്യം. മറ്റൊന്ന്, പുതിയ മാർക്കറ്റിന്റെ നടത്തിപ്പുകാർ സ്വകാര്യ കമ്പനി ആയതിനാൽ തന്നെ വാടക വർഷം തോറും കൂടുമെന്നുള്ളതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്തായാലും ഇപ്പുറത്തെ ഈ പുതിയ മാർക്കറ്റിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. വി എസ് രഞ്ജിത്ത് ചേരുകയാണ്. രഞ്ജിത്ത്, അവർ ഇപ്പോൾ ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ മുകൾ നിലയിലേക്ക് പോകുമ്പോൾ അത് വ്യാപാരത്തെ വലിയ രീതിയിൽ ബാധിക്കും. അങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടും എന്നുള്ളതും വലിയൊരു പ്രശ്നമായി നിൽക്കുന്നു എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. അവിടെ എന്താണ്, മുകൾ നിലയിലേക്ക് എത്ര നിലയുണ്ട്? മുകളിലെ നിലയിലേക്ക് തൊഴിലാളികൾ എത്താൻ ബുദ്ധിമുട്ടുമോ? ഇവിടെ മുകൾ നില എന്ന് പറയുന്നത് ഒരൊറ്റ നില മാത്രമല്ലേ ഉള്ളൂ. പച്ചക്കറി മാർക്കറ്റ് അങ്ങനെയല്ല. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ 2 ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് ശരിക്കും. ഒന്ന് നമുക്ക് ഡയറക്റ്റ് ഈ ബൈപ്പാസ് റോഡിൽ നിന്ന് കയറാനുള്ളതും ഒന്ന് ഇപ്പുറത്തുനിന്നുള്ളതും. രണ്ടും സെയിം 2 ഗ്രൗണ്ട് ഫ്ലോറുകളായിട്ടാണ് മാർക്കറ്റ് ഉള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്ന സ്ഥലത്തേക്ക് എന്താ ഉള്ളത്? ഫസ്റ്റ് ഫ്ലോർ ഇപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഈ 2 ഫ്ലോറിലേക്കൂട് തന്നെ നമ്മളെ ഈ മാർക്കറ്റിനുള്ള എല്ലാവർക്കും സ്പേസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ 2 ഫസ്റ്റ് ഫ്ലോർ ആവുന്ന സമയത്ത് നമുക്ക് 2ലേക്കും ആക്സസ് ഉണ്ട്, വാഹനത്തിൻ്റെ ആക്സസ് ഉണ്ട്. ഇതിലേക്ക് കയറാനുള്ള ലിഫ്റ്റ് ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടുത്തെ വ്യാപാരികളെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ടല്ലോ. ഈ നേരത്തെ അവർ റീറ്റെയിൽ ഷോപ്പും ഹോൾസെയിൽ ഷോപ്പും അടുത്തടുത്തായിരുന്നു, കച്ചവടം പെട്ടെന്ന് നടക്കും. ഇതിപ്പോൾ റീറ്റെയിൽ പുറത്താണല്ലോ, അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഇല്ല, നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിടത്തോളം നമ്മളൊരു എല്ലാം കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. ഇന്ന് പച്ചക്കറി മാർക്കറ്റിലെ തൊഴിലാളി വേറൊരു ഭാഗത്തും പുറത്തുള്ള ഉന്തുവണ്ടിക്കാർ വേറൊരു ഭാഗത്തും അവരെല്ലാം കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ പിന്നെ തൊട്ടടുത്ത് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല തന്നെയാണത്. അതെല്ലാ മാർക്കറ്റിലും അങ്ങനെ തന്നെ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇത് ഒരു 154 ഷോപ്പാണ് നമ്മളെ പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത്. ബാക്കി വരുന്ന ഉപരി ഷോപ്പുകളിലെ ബന്ധപ്പെട്ട കച്ചവടമൊക്കെ നമുക്ക് ഈ മേഖലയിൽ കിട്ടൂലേ. ഇന്ന് പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഫ്രൂട്ട്സ് മാർക്കറ്റുകൾ 12 അനുഭവിച്ചിട്ടുള്ളൂ. ബാക്കി ഒരു 80ഓളം ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട്. അവർക്ക് ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അത് 2 ഭാഗത്തായി പോകും കച്ചവടം എന്നുള്ളതാണ് പറയുന്നത്. ഇല്ല, ഇപ്പോൾ അതിനൊക്കെ നമ്മൾ സ്പേസ് അനുവദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ വളരെ ഈ ചെറുകിട കച്ചവടക്കാർ ഉദ്ദേശിച്ചിട്ട് ശരിക്കും ഫ്രൂട്ട് സ്റ്റാളുകൾ ഹോൾസെയിൽ ഫ്രൂട്ട് ഷോപ്പുകളുണ്ട്.
അല്ല, ഹോൾസെയിലപ്പുറം റീറ്റെയിൽ കൗണ്ടറുകളാണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സിലുള്ളത്. ഫ്രൂട്ട്സിന് ശരിക്കും കോഴിക്കോട് പാളയത്തെടുത്ത് നോക്കിയാൽ നിങ്ങൾ വളരെ കുറച്ച് ഹോൾസെയിൽ ഷോപ്പുകളെ പാളയത്തുള്ളൂ. ബാക്കി എല്ലാം വരുന്നത് റീറ്റെയിൽ ഷോപ്പുകളാണ്. ആ റീറ്റെയിൽ ഷോപ്പുകൾക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബസ്സുകൾ ഇവിടെ ഇല്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് സിറ്റി ബസ് ഇല്ലല്ലോ, ബസ്സുകൾ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബസ് ആളുകൾ ഇങ്ങോട്ട് വാങ്ങാൻ വരുന്നത് കുറയും എന്നുള്ളൊരു പരാതി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്കറിയാലോ, ഇന്ന് പാളയത്ത് വന്നൊരു സാധനം വാങ്ങിപ്പോകാൻ ഏതെങ്കിലും ഒരാൾക്ക് സാധിക്കുമോ? ഒരു വാഹനമുള്ള ഒരാൾക്ക് പാളയത്തേക്ക് വരാൻ സാധിക്കുമോ? പിന്നെ എന്തെങ്കിലും കാരണവശാൽ അത്തരം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് കോർപ്പറേഷൻ ഇതിപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ബസ് സർവീസ് വേണമെങ്കിൽ ഇവിടുത്തെ വ്യാപാരികളും ബാക്കിയുള്ള സംഘടനകളെല്ലാം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ബസ് ഇങ്ങോട്ട് അനുവദിക്കുന്നതിൽ എന്ത് പ്രശ്നമാണ് ആയതുകൊണ്ടുള്ളത്? ഇല്ല, മറ്റേ ട്രാഫിക് ബ്ലോക്കുകൾ, പിന്നെ 500-ൽ പരം വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ആളുകൾക്ക് സാധനങ്ങൾ വന്ന് വാങ്ങാൻ, കുടുംബമായിട്ട് വന്ന് സാധനങ്ങൾ വാങ്ങി പോകാൻ ഏറ്റവും സൗകര്യമുള്ളൊരു മാർക്കറ്റാണ്. നല്ല വൃത്തിയുള്ള മാർക്കറ്റാണ്. എല്ലാവിധ വേസ്റ്റ് മാനേജ്മെന്റുകളും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ, എല്ലാ ബാത്റൂം സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ കടമുറിയുടെ വലിപ്പം കുറവാണെന്നൊരു പരാതി ഉണ്ട്. നമുക്ക് തുറന്നിട്ട് ഏതും കടമുറികളുണ്ട് നോക്കായിരുന്നു അല്ലേ? ഇത് തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇത് എത്ര സ്ക്വയർ ഫീറ്റ്? ഏകദേശം 60 സ്ക്വയർ ഫീറ്റ് തൊട്ട് 45 സ്ക്വയർ ഫീറ്റാണ് അവിടെ ഉള്ളത്. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം അത് പരമാവധി ഈ ബിൽഡിങ്ങിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിന് വലിപ്പമാക്കി കൊടുക്കാൻ പറ്റുന്ന 100 സ്ക്വയർ ഫീറ്റ് വരെ കൊടുക്കാമെന്ന് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആളുകൾ ഈ മാർക്കറ്റ് അതോറിറ്റി സമ്മതിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളൊരു റൂം പണിത് വരുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ അവസാനം വന്ന് ചെറുതായിപ്പോയി അത് മാത്രം എടുത്ത് കാണിച്ചാൽ ചിലപ്പം ഒന്നും പറയാൻ കഴിയില്ല. അത്തരം ആളുകളുടെ വാടകയിലോ മറ്റു കാര്യങ്ങളിലോ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ വരുത്താൻ ഞങ്ങൾ വ്യാപാരി സംഘടനകളും വ്യാപാരികളും സംയുക്തമായി ആവശ്യപ്പെടുകയും ചെയ്യും. സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ കോർപ്പറേഷൻ എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ? അല്ലെങ്കിൽ ഇത് കുത്തക സൊസൈറ്റി കാര്യം? ഇല്ല, കുത്തക എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു BOT ബേസിലാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ളത്, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ വരുന്നത് വരെ എന്തായാലും ഇത് ആ സൊസൈറ്റിയിൽ നിക്ഷിപ്തമായിരിക്കും. അതിനുശേഷം ഇത് കോർപ്പറേഷന് മോണിറ്ററിംഗ് കോർപ്പറേഷൻ ഉണ്ടായി. തീർച്ചയായിട്ടും ഇവരെ ഈ കച്ചവടക്കാർ ഇവിടേക്ക് മാറുന്നതിന് പൂർണ്ണമായിട്ടുള്ള മോണിറ്ററിംഗ് കോർപ്പറേഷൻ തന്നെ ഏറ്റെടുക്കാം. എല്ലാ റൂം അനുവദിക്കുന്നത് മുതൽ എല്ലാ പരിപാടികളും കോർപ്പറേഷൻ നേരിട്ട പരാതി കൂടി രോഷിനിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു ഈ നമ്മുടെ കനാലിന് ഓവുചാലിന് മുകളിലൂടെ ഒരു കടകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ വാഴപ്പഴത്തിൻ്റെ ആളുകൾക്ക് അനുവദിച്ചിരുന്ന കടകൾ ഓവുചാലിന് മുകളിലാണെന്ന് പറയുന്നു. അതെന്താണ്? അല്ല, അത്തരം എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാവുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് അവിടെ വേണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാർക്കുള്ളതാണ് ആ പണിതുകൊണ്ടിരിക്കുന്നത്. വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ബാക്കി ഹോൾസെയിൽ കച്ചവടക്കാർക്കുള്ളത് താഴെ റൂമുകളാണുള്ളത്. റീറ്റെയിൽ കച്ചവടക്കാർക്ക് മേലെ 3 ലക്ഷം ചതുരശ്ര. തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഇതാണ് ഏകദേശം 3 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ് ഏതായാലും നടപ്പാക്കിയത് എന്നുള്ള കാര്യം ഉറപ്പാണ്. വ്യാപാരികളുടെ എല്ലാ പരാതികളും പരിഹരിക്കാൻ ഈ സൊസൈറ്റിയും അതുപോലെ കോർപ്പറേഷനും തയ്യാറാണ് എന്നും അവരെ ഇങ്ങോട്ട് ഇപ്പോഴും ക്ഷണിക്കുന്നു. ആ പ്രതിഷേധക്കാരുടെ മുഴുവൻ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇപ്പോഴും കോർപ്പറേഷൻ തയ്യാറാണ് എന്ന് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ പിന്തുണയും അവർക്കുണ്ട് എന്നുള്ളതാണ്. യെസ്, അതാണ് VS രഞ്ജിത്ത് വിശദീകരിച്ചതുപോലെ ന്യൂ മാർക്കറ്റിന്റെ സൗകര്യങ്ങൾ നമ്മൾ വിശദമായി തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പുറത്ത് തൊഴിലാളികൾ ഉന്നയിക്കുന്ന പരാതികളും കണ്ടു കഴിഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനിയിപ്പോൾ ഇവർ ഉന്നയിക്കുന്ന പരാതികളിൽ മാറ്റം വരുത്താൻ കോർപ്പറേഷൻ തയ്യാറാണ് എന്ന് പറയുന്നതാണ് ഈ മണിക്കൂറിൽ തന്നെ റിപ്പോർട്ടറിലൂടെ അധികൃതർ പങ്കുവച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം ഈ തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഒരു വലിയ വിഷയം, ഈ സ്ഥലത്ത് പുതിയ ഇടത്ത് അവർക്കൊരു ബസ് സർവീസ് ഇല്ല. രാവിലെ ഒന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ ബസ് സൗകര്യമില്ല. ഞങ്ങൾ എങ്ങനെ വരുമെന്നുള്ളതാണ് അവർ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം. അതിന് അധികൃതർ ഇപ്പോൾ നൽകിയ ഒരു മറുപടി, വേണമെങ്കിൽ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ്, ഒരുക്കങ്ങൾ പുതിയതായി ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത്. മറ്റൊന്ന് വാടകയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ചെറിയൊരു കുടിസു മുറിക്ക് ഞങ്ങൾ വർഷാവർഷം സ്വകാര്യ കമ്പനി ആയതുകൊണ്ട് തന്നെ വാടക കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇപ്പോഴുള്ള വാടകയുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ട് എന്ന് തൊഴിലാളികൾ ആരോപിച്ചപ്പോൾ ഇപ്പുറത്ത് അധികൃതർ പറയുകയാണ്, വാടകയുടെ കാര്യത്തിലും വേണമെങ്കിൽ ചർച്ചകൾ നടത്തുകയോ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയോ വാടകയിൽ കുറവ് വരുത്തുന്നത് ആലോചിക്കുകയോ ചെയ്യാമെന്നാണ് VS രഞ്ജിത്തിനോട് അധികൃതരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ, അവരുടെ നിലവിലെ പരാതികളെല്ലാം കേട്ടുകൊണ്ട് ഒരു വികസന സൗകര്യത്തിലേക്ക് പുതിയ മാർക്കറ്റ് മാറണം എന്നുള്ളതാണ് ആവശ്യം. ആ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്, അത് കേൾക്കേണ്ടതുണ്ട് എന്നുള്ളത് അധികൃതരും അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊരു